ഇന്ത്യക്ക് ഒരു ധൈര്യമുണ്ട്. ആരാണ് തെറ്റ് ചെയ്തവർ അവരെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഏറ്റവും അവസാനം മിഥുൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. താങ്കൾ പ്രതികരിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ. ഇത് ഒരു ആരോപണം വന്നു, അതിൽ നടപടികൾ ഉണ്ടാവുന്നു എന്ന മട്ടിൽ കണ്ടവസാനിപ്പിക്കേണ്ടതാണോ? രാംലല്ലയ്ക്ക് ഇന്ത്യയാകെ ബഹുമാനിക്കുന്ന ഒരു പദവിയുണ്ടെങ്കിൽ ആ രാംലല്ലയെ അപമാനിച്ചത് ആരാണ്? അവർ ശിക്ഷിക്കേണ്ടേ? ഒപ്പം തന്നെ ശബരിമലയിൽ നടന്ന കാര്യങ്ങളിൽ അത് ചെറിയ കുറ്റകൃത്യമാണ്, ഇത് വലിയ കുറ്റകൃത്യമാണ് എന്ന മട്ടിൽ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നതാണോ ശരി? അയോധ്യയിൽ അമ്പലം വിഴുങ്ങികൾ എന്നതാണ് ഈ ചർച്ചയുടെ തന്നെ ശീർഷകമായി ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ശബരിമലയിൽ അമ്പലം തൊട്ടുനക്കികളേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കൊരു വാദമില്ല. താങ്കൾക്ക് ഇതിലെല്ലാം ഉള്ള പ്രതികരണം താങ്കൾക്ക് പറയാം. കെ.ടി. കുഞ്ഞിക്കണ്ണൻ. ഒന്നാമത്തെ പ്രശ്നം, മിഥുൻ എല്ലാ വിഷയങ്ങളെയും സിംപ്ലിഫൈ ചെയ്യുകയാണ്, ലഘൂകരിക്കുകയാണ്. ആ ലഘൂകരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്, ജനങ്ങൾക്ക്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാനാവാത്ത ഈ അയോധ്യയിലെ ഈ ക്ഷേത്ര കവർച്ചയിൽ, ഈ കാണിക്ക കവർച്ചയിൽ പങ്കുള്ള ആളുകളെ എങ്ങനെയെങ്കിലും കുറ്റമുക്തരാക്കുക. SITയുടെ മുമ്പിൽ ചമ്പത് റായിക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഈ അന്വേഷണം തുടങ്ങിയ ആ സമയത്ത് തന്നെ വന്ന കാര്യമാണ്. ചമ്പത് റായിയുടെ ഡ്രൈവറാണ് ടിന്നു യാദവ്. ഈ കേസ് ഫോളോ ചെയ്യുന്ന ആളായിരിക്കുമല്ലോ മിഥുൻ അറിയാമല്ലോ. ടിന്നു യാദവ് ആരാണ്? ഒരു ഡ്രൈവർ എന്ന നിലക്ക് അദ്ദേഹത്തെ അവിടെ കാണിക്കേണ്ടുന്ന ആളാക്കി, അദ്ദേഹം വഴി വലിയ രീതിയിലുള്ള പണം കവർച്ച ചെയ്തു. ആ പണം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപിച്ചു. ഇങ്ങനെ കോടികളുടെ സമ്പത്ത്, കൊട്ടാര സദൃശമായ വീടുകൾ, വലിയ ലേവിഷായിട്ടുള്ള ആഡംബരപൂർണ്ണമായ ജീവിതം, ഇതൊക്കെ ടിന്നു യാദവിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ ചമ്പത് റായി ആരാണ്? ഈ കൊള്ള, അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും സ്വന്തമാക്കുകയും അതിൻ്റെ ഒരു ഭാഗം മാത്രം തൻ്റെ ഡ്രൈവർക്ക് നൽകുകയും ചെയ്ത ഒരു കവർച്ചക്കാരനല്ലേ? ഒരു കവർച്ചക്കാരനെ SIT ഇപ്പോൾ ഇട്ടിട്ട FIRൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടോ? നിയമപരമായി നോക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താനാവുമോ എന്നൊക്കെയുള്ള ലളിതയുദ്ധിയിൽ നിന്നുള്ള വളരെ സിമ്പിളായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചമ്പത് റായിയെ നിയമിച്ച നരേന്ദ്രമോദിയെ രക്ഷിക്കാനാണ്. ആരാ നരേന്ദ്രമോദി? നരേന്ദ്രമോദിയാണ് ഈ ട്രസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ചമ്പത് റായി അതിൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്ന അനിൽ മിശ്രയെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്, കർണാടകയിലുള്ള മിസ്റ്റർ ഗോപാൽ റാവുവിനെ ഈ ട്രസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്, അതൊക്കെ സംഘപരിവാറിൻ്റെ കൃത്യമായ ഒരു അജണ്ടയനുസരിച്ച് നരേന്ദ്രമോദിയുടെ കൂടി സമ്മതവും അഭീഷ്ടവുമുള്ള കാര്യങ്ങളാണ്. ഇത് സംബന്ധമായി ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മൾ അറിയേണ്ടത്, ഈ അയോധ്യ ട്രസ്റ്റിൽ ഗോരഖ്പൂർനാഥ് മഠത്തിൻ്റെ ഒരു പ്രതിനിധിയില്ലല്ലോ. UP മുഖ്യമന്ത്രിയായ മിസ്റ്റർ യോഗി ആദിത്യനാഥ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലമല്ലേ ഗോരഖ്നാഥ് മഠം. ആ മഠത്തിൻ്റെ ഒരു പ്രതിനിധിയില്ല. അപ്പോൾ എന്താണ്? കൃത്യമായിട്ട് ഡൽഹിയിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത, ഡൽഹിയും നാഗപ്പൂരും ഇടപെട്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് എന്താണ് ഈ ദിവസങ്ങളിൽ ചെയ്തത്? ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ആ വിവരങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ചരിത്രത്തിൽ ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കി എന്നത് അനീതികരമായ ഒരു കാര്യമാണ്. ഇന്ത്യൻ ജനതയുടെ സാമൂഹ്യാശയങ്ങളിലും ചരിത്രഭാവനകളിലും അവരുടെ ദൈവസങ്കല്പങ്ങളിലുമൊക്കെ രാമന് വലിയ സ്വാധീനമുണ്ട്. അത് കണ്ടെത്തിയ ഒരാളാണ് നമ്മുടെ മഹാത്മാവ് ഗാന്ധിജി. അയാളെ കൊന്ന ആളാണ് RSSകാർ എന്ന് പറയുന്നത്. ആ രാമനെ രാഷ്ട്രീയ രാമനാക്കിയത്, ആ രാമനെ ചരിത്രപുരുഷനാക്കിയത്, ആ രാമനെ മുസ്ലിം വിരുദ്ധനാക്കിയത്, ആ രാമന് വേണ്ടി മുസ്ലിങ്ങൾ 400 ചില വർഷക്കാലം തലമുറകളായി നിസ്കരിച്ചു പോന്ന പള്ളിയാണ് അയോധ്യയിലെ പള്ളി എന്ന് പറയുന്നത്. ആ പള്ളി തകർക്കുകയാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്? രഞ്ജൻ ഗൊഗോയിയുടെ വിധി നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ വിധിയിൽ എന്താ പറഞ്ഞത്? ആ വിധിയിൽ ആർക്കിയോളജി വകുപ്പിൻ്റെ ഒരു എക്സ്കവേഷൻ റിപ്പോർട്ടുകളും ആ വിധി ഉദ്ധരിച്ചിട്ടില്ല. ആ വിധി എന്താ പറഞ്ഞത്? രേഖാപരമായി, ഇത് 2010 അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയുടെ മുകളിലുള്ള അപ്പീലാണ്. രേഖാപരമായി ഇത് മുസ്ലിം വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. ഇതിൽ രാമലക്കോ അല്ലെങ്കിൽ
അഗാഡക്കോ ഇതിൽ യാതൊരു ഉടമസ്ഥയില്ല. രേഖാപരമായിട്ട് തെളിവുകളല്ലേ, രേഖകളല്ലേ, വസ്തുതകളല്ലേ ഒരു കോടതിയുടെ മുമ്പിൽ സ്വീകരിക്കപ്പെടേണ്ടത്? വസ്തുതകൾക്ക് പകരം വിശ്വാസപരമായ അവിടെയാണ് രാമൻ ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ വിധിയെ പരിശോധിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിഖ്യാതയായ ചരിത്രകാരി റൊമിള തപ്പർ പറഞ്ഞത് നമ്മുടെ ചരിത്രത്തെ തന്നെ റദ്ദ് ചെയ്ത വിധി എന്നാണ്. അപ്പോൾ അദ്ദേഹം രഞ്ജൻ ഗൊഗോയി മഹാനാണെന്നാണ്, അദ്ദേഹം നമ്മുടെ ജുഡീഷ്യറിയിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു ആരോപണമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെയാണല്ലോ ഇവിടെ മിഥുൻ പറഞ്ഞത്. രഞ്ജൻ ഗൊഗോയി ഈ വിധി പ്രസ്താവന നടത്തിയതിൻ്റെ അന്ന് രാത്രി അദ്ദേഹത്തിന് ഡൽഹിയിൽ ആരാണ് വിരുന്നൊരുക്കിയത് എന്ന് മാത്രമല്ല, ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അദ്ദേഹം രാജ്യസഭയിലേക്ക് എങ്ങനെയാണ് ഒരു രാജ്യസഭാ അംഗമായിട്ട്, പാർലമെൻറ്റ് അംഗമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്? ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടതല്ലേ. വളരെ കുറ്റകരമാണ്, അധാർമികമാണ്, അനീതികരമാണ് ഇപ്പോൾ അയോധ്യയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തന്നെ. ആ രാമക്ഷേത്രം നിർമ്മിച്ച ആളുകൾ, അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ, അവരാണ് ഈ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ ആളുകൾ. അവരാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത്. അവരാണ് വിശ്വാസികളുടെ, ഭക്തരുടെ, അവരുടെ രാമന് വേണ്ടിയുള്ള സമർപ്പണമാണ്. അങ്ങനെയുള്ള സമർപ്പണ പണത്തെ, സമർപ്പണ സ്വർണത്തെ, സ്വർണ്ണക്കട്ടികളെ രാമചാരിത മനസ്സം പോലും എന്താണ് അവിടെ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയി വിൽക്കുകയാണ് വലിയ രീതിയിൽ. അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ, ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അനിൽ മിശ്രക്ക് പങ്കില്ലേ? ചമ്പത് റായിക്ക് അറിവില്ലേ? ചമ്പത് റായിയുടെ ഡ്രൈവറല്ലേ ഈ കാര്യങ്ങളിൽ മുൻകൈ എടുക്കുന്ന ആളുകൾ? ഡൽഹിയിലും ബോംബെയിലും ഒക്കെയുള്ള വൻകിട കുത്തകകൾ, റിസോർട്ട്, ഹോട്ടൽ നിർമ്മാണ കുത്തകകൾ, ഇവിടെ ഒരു പിൽഗ്രിമേജ് ടൂറിസം ഏരിയ ആയിട്ട് വികസിപ്പിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന മുതലാളിമാർ, ഇവരും എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പണത്തട്ടിപ്പിൻ്റെ, വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ കഥയാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് ഇത് രാമക്ഷേത്രത്തിൻ്റെ പേരിൽ നടത്തിയ വലിയൊരു കൊള്ളയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും കാണേണ്ട ഒരു പ്രശ്നം, ഇപ്പോൾ നരേന്ദ്രമോദിയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് മിഥുൻ ഇപ്പോൾ ഇവിടെ നിഷ്പക്ഷ വേഷം ഇട്ടിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടികളും മാവോയിസ്റ്റുകളും ഒക്കെ ഒരേ ഐഡിയോളജി അല്ലേ എന്ന്. അല്ല, മാർക്സിസം പറഞ്ഞുകൊണ്ട് തന്നെ ഒരാൾക്ക് അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അതിൻ്റെ തീവ്രമായ, അങ്ങേയറ്റ എക്സ്ട്രീമായ പ്രയോഗങ്ങളിലൂടെ മാർക്സത്തിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ദാർശനിക സത്തയെ തന്നെ നിഷേധിക്കുന്ന രീതിയിൽ, അതിൻ്റെ ഒരു വിപ്ലവകരമായ ഉള്ളടക്കത്തെ തന്നെ നിഷേധിക്കുന്ന രീതിയിൽ സംഘടനകൾക്കും വ്യക്തികൾക്കും പ്രവർത്തിക്കാം. ഞങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യയശാസ്ത്ര വ്യത്യാസത്തിൻ്റെ പ്രശ്നമല്ല, ഭിന്നതയുടെ പ്രശ്നമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ റൈറ്റ് വിങ്ങിൻ്റെ, അദ്ദേഹം പറഞ്ഞല്ലോ, നാഷണാലിറ്റിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ദേശീയതയെക്കുറിച്ച് പറഞ്ഞല്ലോ, ബിഹേവിയർ നാഷണലിസത്തെക്കുറിച്ചൊക്കെയുള്ള പുതിയ വ്യാഖ്യാനങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് നരേന്ദ്രമോദി എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിക്കിടുന്ന നയങ്ങളെ, ഈ രാജ്യത്തെ ജനങ്ങളെ വിലക്കയറ്റത്തിൻ്റെ എരുത്തിയിലേക്ക് എടുത്തെറിയുന്ന നയങ്ങളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നരേന്ദ്രമോദിയാണ് നാഷണലിസത്തിൻ്റെ പ്രതീകമെങ്കിൽ മിഥുൻ ഉത്തരം പറയണം. നരേന്ദ്രമോദിക്ക് പങ്കില്ലേ അയോധ്യയിൽ ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിൽ? ഇപ്പോൾ അദ്ദേഹം അഭിപ്രായം പറയാതിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ട്വിസ്റ്റ് ചെയ്യാതിരിക്കാനാണ്, മറ്റൊരു വഴിക്ക് പോകാതിരിക്കാനാണ്, ഒരു രാഷ്ട്രീയ അബദ്ധം പറ്റാതിരിക്കാനാണെന്ന് പറയാൻ ആണല്ലോ നിങ്ങളുടെ വാദം. നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർ ചേർന്ന് പ്രധാനമന്ത്രിയാക്കിയ ആളാണ്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും നിങ്ങൾ വിഷയമാക്കിയത് എന്താണ്? അയോധ്യയാണ്, രാമജന്മഭൂമിയാണ്, രാമക്ഷേത്രമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമാക്കി നിങ്ങൾ അവതരിപ്പിച്ചത് എന്താണ്? അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണമാണ്. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ജനാധിപത്യത്തിൻ്റെ ഭാഷയും ജനാധിപത്യത്തിൻ്റെ ശീലവും കീഴ്വഴക്കങ്ങളും ഉള്ള ഒരു പ്രധാനമന്ത്രിക്ക് തീർച്ചയായിട്ടും ജനങ്ങളോട് ഉത്തരം പറയണം. എന്താണ് അയോധ്യയിൽ സംഭവിച്ചത്? അതിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണെന്ന് ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളോട് പറയണം. ഹിന്ദു വിശ്വാസികളോട് പറയണം, ഭക്തരായ ജനങ്ങളോട് പറയണം. അതിലെല്ലാം അപ്പുറത്തെന്താണ്? ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ അങ്ങേയറ്റം അപരവൽക്കരിച്ച് അവരെ അങ്ങേയറ്റം ദേശവിരുദ്ധരായി ചിത്രീകരിച്ച ഒരു ക്യാമ്പയിൻ കൂടി രാമജന്മഭൂമി മസ്ജിദ് പ്രശ്നത്തിൻ്റെ പേരിലുള്ള വർഗീയവൽക്കരണത്തിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം അപരവൽക്കരണം, മുസ്ലിങ്ങൾ അന്യരായിട്ട്, മുസ്ലിങ്ങളെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്ന ഒരു ക്യാമ്പയിൻ. രാമൻ നിങ്ങൾക്കാരായിരുന്നു? ഇതിഹാസത്തിലെ ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമായിട്ടല്ലോ നിങ്ങൾ അവതരിപ്പിച്ചത്, ഒരു ദേശീയ പുരുഷനായിട്ടാണ്. ബാബർ നിങ്ങൾ അവതരിപ്പിച്ചത് എങ്ങനെയാണ്? വിദേശാക്രമിയായിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ദ്വന്ദ്വങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾ ഈ രാജ്യത്തെ വർഗീയവൽക്കരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ജനങ്ങളെ അങ്ങേയറ്റം വഞ്ചിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനും അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ അയോധ്യയിൽ നടന്നിട്ടുള്ള ഈ അമ്പലക്കൊള്ള. ഇത് അമ്പലം വിഴുങ്ങൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ ചരിത്രത്തിനെ റദ്ദ് ചെയ്ത്
പാവപ്പെട്ട ആളുകളുടെ വിശ്വാസത്തെയും ഭക്തിയൊക്കെ സ്വന്തം കീശയിലേക്ക് പണമുണ്ടാക്കാനുള്ള ഏർപ്പാടാക്കി മാറ്റുന്ന ശുദ്ധ തട്ടിപ്പാണ്. ഈ തട്ടിപ്പിന് നമ്മുടെ രാജ്യത്തിൻ്റെ ക്രിമിനൽ നിയമം അനുസരിച്ച് നമ്മുടെ ഭരണഘടന ക്ഷേത്ര സ്വത്തുക്കൾ, ക്ഷേത്രത്തിൻ്റെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വ്യവസ്ഥയുണ്ട്. ക്ഷേത്രം ഭരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല. RSSൻ്റെ കാലാകാലമായിട്ടുള്ള വാദം എന്താണ്? ക്ഷേത്രങ്ങൾ നടത്തേണ്ടത് വിശ്വാസികളാണ്. ഈ കേരളത്തിൽ പോലും 94 BJPക്ക് അസംബ്ലിയിൽ അംഗമില്ലാത്ത കാലത്ത് പോലും കെ കരുണാകരൻ എന്താണ് 1994 ദേവസ്വം നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ വിശ്വാസികൾ ആണ് ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത്, ദേവസ്വങ്ങളുടെ ഭാരവാഹിത്വത്തിലേക്ക് വരേണ്ടത് വിശ്വാസികൾ മാത്രമാണ് എന്ന ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികളുടെ ഭക്തരുടെ മറവിൽ എന്താണ് ഇത്തരത്തിലുള്ള യാതൊരു വ്യക്തിയും യാതൊരു ദൈവികമായ പ്രതിബദ്ധതയും ദൈവികമായ സമർപ്പണവുമില്ലാത്ത ഇത്തരത്തിലുള്ള ഈ പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന കുറ്റവാളികളായ ആളുകളാണ് നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടുന്നത്. അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ മിസ്റ്റർ ദത്താത്രേയ ഹോസ്പിറ്റൽ അദ്ദേഹമാണല്ലോ ഈ RSSൻ്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം എന്താ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്? ഇത് വിട്ടേക്കാനാണ്. എന്നിട്ട് എന്താണ്? ഭക്തിയും വിശ്വാസവും ശക്തിപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് നിങ്ങൾ ഭക്തിയും വിശ്വാസവും ശക്തിപ്പെടുത്താൻ പോകുന്നത്? അമ്പലങ്ങൾ ഉണ്ടാക്കി, ഇത് കഴിഞ്ഞ് കാശിനാഥിലേക്ക് നിങ്ങൾ പോകും, ഇത് കഴിഞ്ഞ് മധുരയിലേക്ക് നിങ്ങൾ പോകും, രാജ്യത്താകെയുള്ള ക്ഷേത്രങ്ങൾ തർക്കഭൂമിയാക്കി അതൊക്കെ തന്നെ പിടിച്ചെടുക്കും. അവിടെയെല്ലാം ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി പണമുണ്ടാക്കാനുള്ള ധനസമ്പാദനത്തിനുള്ള ഒരു മാഫിയ പ്രവർത്തനമാണ്. ഇതിന് രാമനുമായിട്ടോ ദൈവവിശ്വാസവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇതൊരു മാഫിയ ക്രിമിനൽ പ്രവർത്തനമാണ്.